ബോട്ടിക്കിൻ്റെ റീവർക്കാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ പാട്ട് ആ ഫ്രില്ലൊക്കെ കഴിച്ചെടുത്തിട്ട് ഇതിന് പഫ് സ്ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു പട്ട സീം റിപ്പർ വെച്ചിട്ട് കഴിച്ചെടുക്കണം. നല്ല സൂക്ഷിച്ചെന്നത് എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറിപ്പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെയാണ് കേട്ടോ ഇത് കഴിച്ചെടുത്തത്. ഈ ഒരു സ്റ്റിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ എന്നെ സംബന്ധിച്ച്. എന്നല്ല, ഒട്ടുമിക്ക ടൈലേഴ്സിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളിങ്ങനെയാണെങ്കിലും ഒന്ന് കമൻ്റ് ആക്കും കേട്ടോ. ഇനി സ്റ്റിച്ച് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്, അവരും കമൻ്റ് ആക്കും. പുതിയൊരു ഇതല്ലേ, നമുക്ക് ആർക്കൊക്കെ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് അറിയാലോ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ചൊക്കെ നല്ല നീറ്റായിട്ട് കഴിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് കഴിച്ചപ്പോൾ അന്ന് കണ്ട ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പീസ് ചുമ്മാ ഇട്ടതാണെന്നുള്ളത്. പിന്നെ അതൊന്ന് സീക്വൻസിന് നേരെ വെച്ചിട്ട് സ്റ്റിച്ചിങ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ ഫ്രില്ലിടുന്ന ഭാഗമൊക്കെ കഴിച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു പീസ് ഫുള്ള് വെച്ചിട്ടാണ് കേട്ടോ പഫ് സ്ലീവ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ, മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, ഒരു 1.5 ഇഞ്ച് ആണ് കേട്ടോ കുഴിച്ച് വെട്ടുന്നത്. നോർമലി അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഫ്രില്ലിട്ട് പോകുന്ന ഭാഗമായതുകൊണ്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം വരുന്ന പോർഷനൊക്കെ ഫ്രില്ലിട്ട് നീറ്റാക്കി എടുക്കണം. എന്നിട്ട് ഇത് ഞാൻ ഈ ഒരു പീസ് വന്നിട്ടുള്ളത് അറ്റം ഭാഗം മറിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 പീസ് വേണമെന്നതിന് വിചാരിച്ചിനെ. പിന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന നേരം ഒരൊറ്റ പീസിൽ തന്നെ രണ്ടും കഴിയുമെന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിൻ്റെ ഹാഫ് എടുത്തിട്ടാണ് കേട്ടോ മറിച്ചെടുത്ത് സ്റ്റിച്ചാക്കുന്നത്. അതിലൊരു പീസ് മതിയുള്ളൂ, ഒരു പീസ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബോബിനിൽ നൂലിട്ടിട്ട് എടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ സൂചിയിലൊക്കെ നൂല് കോർത്തതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിങ്ങേറ്റ് ബോബിനിലേക്ക് കോർക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ മെഷീൻ എന്തോ പ്രോബ്ലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യൽ. ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നവരോ ഇങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കണേ, കൂടി അറിയാമല്ലോ. അപ്പോൾ നമ്മളിതിൽ നൂലൊക്കെ കോർത്ത് സെറ്റാക്കിയിട്ടുണ്ട്, ബോബിനിലൊക്കെ കോർത്ത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു എൻഡ് പൊസിഷനിൽ, സ്ലീവിൻ്റെ എൻഡ് പൊസിഷനിലേക്ക് കുറച്ച് 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് ഫ്രില്ലിട്ടെടുക്കാൻ. മാക്സിമം നല്ല തിക്കിൽ തന്നെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്ലീവ് അങ്ങനെ ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്ലീവും അതുപോലെ തന്നെ ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. ഫ്രില്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പീസ്, അത് ഒന്ന് മതിയായിരുന്നു എന്നല്ലേ, ആ പീസാണ് ഇട്ടത്. അതിന് ഹാഫാക്കിയിട്ട് എന്ത് ചെയ്യണം, എൻഡ് പോർഷൻ മറിച്ച് സ്റ്റിച്ചാക്കി കൊടുക്കുക, അവിടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നോർമലി നമ്മൾ ഫ്രോക്കിനൊക്കെ പഫ് കൊടുക്കുമ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നല്ല വശത്ത് അടിച്ചതിന് ശേഷം ബാക്ക് പോർഷനിലേക്ക് മറിച്ചടിക്കാന്ന് കേട്ടോ ചെയ്തേ.
അങ്ങനെ 2 സ്ലീവും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിത് സ്ലീവിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ മടക്കി കൊടുത്തിട്ട് സെൻറ്റർ പോർഷന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും ആണ് കേട്ടോ അത് കൊടുക്കുന്നത്, ഫ്രില്ലിട്ട് കൊടുക്കുന്നത്, ജോയിൻ ചെയ്ത് ഫ്രില്ല് സ്ലീവിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവൊക്കെ സ്റ്റിച്ചാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കാണോ അല്ലെങ്കിൽ ആദ്യത്തെ ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ള ഒന്ന് കമൻറ്റ് ആക്കും കേട്ടോ. ഇത് കസ്റ്റമർ എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കുട്ടിക്ക് എന്തോ ഇറിറ്റേഷൻ ആയിട്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഒരു പാർട്ടി വെയർ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.